അതിന്റെ വിശദാംശങ്ങളുമായി അരുൺ സോളമൻ ചേരുന്നുണ്ട്. അരുൺ, ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു സൽമാ ബീവി. അവരെ ഏകദേശം ഉച്ചയ്ക്ക് മുൻപേ തന്നെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും വൈകുന്നേരം കൂട്ടുകിടക്കാനെത്തിയ കുട്ടി എത്തിയപ്പോൾ മാത്രമാണ് നടന്നു എന്നുള്ളൊരു കാര്യം പുറംലോകം അറിയുന്നത്. ഏതായാലും ഈ സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം അവിടെ പുരോഗമിക്കുകയാണ്. നിർണായകമായ എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ഇതിനോടകം ലഭിച്ചിട്ടുണ്ടോ? അപർണ, ഇപ്പോൾ ഈ റൂറൽ SP സുദർശനാണ് ഇപ്പോൾ സൽമാ ബീബി താമസിച്ചിരുന്ന ഈ പാങ്ങോട് താഴെപ്പള്ളിക്ക് സമീപമുള്ള ഈ വീട്ടിൽ ഇപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുകയാണ്. ഈ മർഡർ നടത്തിയിട്ടുള്ള സ്ഥലം വീട്ടിനുള്ളിൽ അദ്ദേഹം കയറി ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഇതിനോടകം മറ്റെല്ലാ ഇടങ്ങളിലും അദ്ദേഹം ചെന്നിരുന്നു. ഇതിൽ പ്രധാനമായും ഇന്ന് ഇവർക്ക് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൽമാ ബീബിക്ക് 11 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ നേരത്തെ തന്നെ മരണപ്പെട്ടിരുന്നു. ബാക്കി 10 പേരും ഉണ്ടായിരുന്നു. അതിൽ ഒരു മകളാണ് ഇന്ന് ഓരോ ദിവസവും ഓരോ ആൾക്കാർ മാറി മാറിയാണ് അവരെ ഈ വീട്ടിൽ രാത്രി അന്ത്യം ഉറങ്ങാൻ വന്നിരുന്നത്. അതിലൊരു മകൾ ഇന്ന് ഉറങ്ങാനായിട്ട് ഇവിടെ വൈകിട്ട് കൂട്ടുകിടക്കാൻ വന്നപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു ദാരുണമായിട്ടുള്ളൊരു കാഴ്ച കാണാനായി ഇടയായത്. ഇതിൽ 5:30 മണിയോടുകൂടിയാണ് ഈ മകൾ ഈ വീട്ടിലെത്തിയത്. അപ്പോഴാണ് ഈ മർഡർ നടന്നിട്ടുണ്ട് എന്നുള്ളത് അവർ അറിയുന്നത്. ശരിക്കും ഒരു നാടിനെ മുഴുവൻ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള അത്തരത്തിൽ മരവിപ്പിച്ച ഒരു കാഴ്ച തന്നെയായിരുന്നു. ഇതിലിപ്പോൾ ഈ തൊട്ടടുത്ത് ഈ പള്ളിക്ക് സമീപമാണ് ഇവർ താമസിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചതെന്നുള്ള ഒരു സംശയം നാട്ടുകാർക്ക് ഒന്നടങ്കമുണ്ട്. പക്ഷെ അപ്പോഴും പങ്കുവെക്കുന്നത് പ്രധാനമായും ഈ സാമ്പത്തിക മാന്ദ്യം. അച്ഛൻ ഈ വാപ്പ റഹീം കഴിഞ്ഞ 8 വർഷമായിട്ട് സൗദിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ. അദ്ദേഹത്തിന് തിരിച്ചു വരാനായിട്ട് കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് സൗദി ഗവൺമെന്റ് പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത കൂടി പുറത്തു വരുന്നുണ്ട്. സാമ്പത്തികമായ ബാധ്യത കൊറോണയ്ക്ക് ശേഷം അത് ഉണ്ടായിരുന്നു. അത് ഈ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ഈ കൊല്ലപ്പെട്ട ലത്തീഫും അദ്ദേഹത്തിന്റെ വൈഫ് അടക്കമുള്ളവർ എല്ലാ സഹോദരങ്ങളും അദ്ദേഹത്തെ അകമഴിഞ്ഞ് സഹായിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകാമെന്ന് പലപ്പോഴും പറഞ്ഞെങ്കിലും അതിലൊക്കെയും അദ്ദേഹം അതൊന്നും സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ഇപ്പോൾ പൊതുവിലുള്ള മക്കളും അതുപോലെ തന്നെ ചെറുമക്കളും കസിൻസ് ഒക്കെ പങ്കുവെക്കുന്നത്. അതായിരുന്നു സാമ്പത്തികമായിട്ട് ആരും സഹായിക്കാതെ ഇരുന്നിട്ടില്ല. സഹായിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. പക്ഷേ കുടുംബം ഈ 8 വർഷത്തിനിടയിൽ പലപ്പോഴും ഈ അഫാന്റെ ഉമ്മ ഷെമിയും അതുപോലെ തന്നെ ഈ മക്കളെല്ലാവരും സൗദിയിലേക്ക് പോകുമായിരുന്നു. കൊറോണയ്ക്ക് ശേഷം അദ്ദേഹം ഈ റിയാദിലായിരുന്നു. അവിടെ നിന്നും അദ്ദേഹം ഒളിച്ചോടി ശരിക്കും ദമാമിലേക്ക് മാറി എന്നുള്ളതും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ പലയിടങ്ങളിലായിട്ട് മാറി. ഒരു ഷോപ്പല്ല 2-3 ഷോപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. ബിസിനസ് പരമായിട്ട് അദ്ദേഹം നന്നായിട്ട് പോയി അവർ കടന്നു പോകുമ്പോഴാണ് കൊറോണ ബാധിക്കുന്നത്. കൊറോണ ബിസിനസ്സിനെ സാരമായി ബാധിച്ചിരുന്നു. അതിൽ ഒട്ടനവധി ബാധ്യതകൾ അദ്ദേഹത്തിന് അവിടെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തിരികെ മടങ്ങി വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതാണ് ഈ 8 വർഷവും പ്രവാസ ജീവിതത്തിലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് മകൻ കടന്നുപോയത്? മകന്റെ എല്ലാ ആവശ്യങ്ങളും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ വാപ്പയായിട്ടുള്ള റഹീം ഈ മകന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു വന്നിരുന്നു. പഠിക്കാനായാലും അവൻ ആവശ്യപ്പെട്ട എല്ലാ ഈ വാഹനങ്ങളായാലും ഏറ്റവും ഒടുവിൽ ഒരു ബുള്ളറ്റ് സഹിതം എടുത്തു നൽകിയിരുന്നു. അതൊക്കെയും ആവശ്യപ്പെട്ടത് പ്രകാരം ഇത്തരത്തിൽ സാമ്പത്തിക ബാധ്യത ഉള്ളപ്പോഴും അതൊക്കെയും നൽകി വന്നിരുന്നൊരു വ്യക്തി കൂടിയായിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതിൽ ഇപ്പോഴും നാട്ടുകാർക്ക് ഒന്നടങ്കം ആശങ്കകളുണ്ട്. അതിൽ ദുരൂഹതകൾ ഇപ്പോഴും മറനീക്കി പുറത്തു വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷെ അപ്പോഴും ഈ പ്രണയം അത് വീട്ടുകാർ തടസ്സം നിന്നിരുന്നു. അതിൽ എന്തെങ്കിലും പകയോ വൈരാഗ്യമോ ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം കൂടി അവിടെ ഉയരുകയാണ്. ഈ പ്രണയത്തിൽ പൂർണ്ണമായിട്ടും ഈ ഉമ്മുമ്മയായിട്ടുള്ള ഈ വാപ്പയുടെ ഉമ്മയായിട്ടുള്ള സൽമാ ബീബിയും അതിൽ തടസ്സം നിന്നിരുന്നു എന്നുള്ളതാണ്. അതാണോ ഇനിയൊരു ഈ സൽമാ ബീബിയെ കൊലപ്പെടുത്താനുള്ള ഒരു കാരണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. 2 ഈ സൽമാ ബീബിയുടെ ആഭരണം സഹിതം ഈ കഴുത്തിൽ കടന്നെടുത്ത മാല സഹിതം ഈ പറിച്ചെടുത്തുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഈ കൊല കഴിഞ്ഞ് അവരെ ശരീരത്തിൽ നോക്കുമ്പോൾ ആ മാല കാണാനില്ല. അപ്പോൾ അത്തരത്തിൽ ഇതിനു മുൻപും അവരും സഹായിച്ചിരുന്നു. സാമ്പത്തികമായിട്ട് സൽമാ ബീബി പലപ്പോഴും ഈ ചെറുമകനെ സഹായിച്ചിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ സൽമാ ബീബിയെ കൊലപ്പെടുത്താനായിട്ട് ഇടയായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രണയത്തെ നിരസിച്ചതാകാം. അത്തരത്തിൽ 2 പേരും ഈ ഫർസാനെയും അതുപോലെ തന്നെ ഈ അഫാന്റെയും വിവാഹം അഫാന്റെ കുടുംബം അത് എതിർത്തിരുന്നു. ആ എതിർപ്പാണോ ഇനി ഈ ഒരു മരണകാരണം ഇവരെ കൊലപ്പെടുത്തുന്നതിലേക്ക് ഇടയാക്കിയത് എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. അതിന് എന്തായാലും ഈ റൂറൽ SP അടക്കമുള്ളവർ എന്തായാലും നാളെ ഇനിയിപ്പോൾ റോഷി പാൽ സൂചിപ്പിച്ചതുപോലെ ഒരു സ്പെഷ്യൽ ക്രൈംബ്രാഞ്ചിനെ ഇത് ഏൽപ്പിക്കുമ്പോൾ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷെ അപ്പോഴും ഇത്തരത്തിൽ 6 പേരെയും കൊലപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. അതിനുശേഷം 3 പേരെ താൻ കൊലപ്പെടുത്തി, 3 പേര് ഇനി ഉടനെ തന്നെ മരിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ എലി വിഷം കഴിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ 6 പേരെയും കൊലപ്പെടുത്താനുള്ള ധൈര്യം ആത്മഹത്യ ചെയ്യുന്നതിൽ കാണിച്ചിട്ടില്ല. അതൊരു വലിയ ചോദ്യമായിട്ട് അവശേഷിക്കുകയാണ് അരുൺ. കാരണം മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളൊരു യുവാവല്ല, മദ്യമോ ലഹരി മരുന്നോ ഉപയോഗിക്കുന്ന ഒരാളല്ല.
ഒരാളല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള മോശം കൂട്ടുകെട്ടുകളുള്ള ഒരാളല്ല എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഘട്ടത്തിൽ പോലീസും ഇത് സംബന്ധിച്ച് നിലവിലെ ഒരു വിവരം അനുസരിച്ച് ഈ കാര്യങ്ങളെല്ലാം അംഗീകരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടായ ഏതെങ്കിലും ഒരു വികാരവിക്ഷോഭത്തിന്റെ പുറത്ത് ഒരു കൊലപാതകം ചെയ്തു, അതിനെ തുടർന്നുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ഓർത്തുകൊണ്ട് തുടരെ കൊലപാതകങ്ങൾ ചെയ്തു, ആ നിലയിലേക്ക് എത്തിയതാണോ, മാനസിക നില ആ രീതിയിലേക്ക് മാറിയതാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചറിയേണ്ടതുണ്ട്. അപ്പോഴും ചില ചോദ്യങ്ങളുണ്ട്. കാരണം ഈ സൽമാ ബീവിയെ കൊലപ്പെടുത്തുന്നു, അവിടെ നിന്ന് അവരുടെ സ്വർണ്ണമാല മോഷ്ടിക്കുന്നു, അതിനുശേഷം തിരികെ വീട്ടിലേക്ക് എത്തുന്നു, അവിടെ എത്തി സഹോദരനെ കൊലപ്പെടുത്തുന്നു, ഫർസാനയെ കൊലപ്പെടുത്തുന്നു, പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തുന്നു. ഇതിനെല്ലാം ശേഷം നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുന്നു. അവിടെ എത്തി ഞാൻ ഇത്ര പേരെ കൊല ചെയ്തിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുന്നു. ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയ ഒരു യുവാവ് എന്തിനായിരിക്കാം അവിടെ നിന്ന് സ്വർണ്ണമാല കവർന്നുകൊണ്ട് പോയത് എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ ഒരു വിവരം അനുസരിച്ച് ഇത് അഫാൻ ഒറ്റയ്ക്ക് ചെയ്തതാണ് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചതായോ മറ്റെന്തെങ്കിലും ഇടപെടലുകൾ ഇതിനകത്തുണ്ടായതായോ ഒന്നും പോലീസ് ഉൾപ്പെടെ സംശയിക്കുന്നുമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഇതിൽ ആകെ നമുക്ക് എത്താൻ പറ്റുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോലീസ് സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം, നാട്ടുകാർ പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് സാമ്പത്തികമായ ഭദ്രത ഉണ്ടായിരുന്നില്ല, ചില സാമ്പത്തിക പ്രതിസന്ധികൾ കുടുംബത്തിനുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ്. ആ പ്രതിസന്ധി മാത്രമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് വ്യക്തമാവണമെങ്കിൽ പോലീസ് നാളെ അഫാന്റെ മൊഴി രേഖപ്പെടുത്തണം. അഫാൻ ഇന്ന് പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിന് മുന്നിൽ നൽകിയിരിക്കുന്ന മൊഴിയുടെ വിശദാംശങ്ങൾ എന്താണ് എന്നുള്ളത് വ്യക്തമാകണം. ഈ കാര്യങ്ങൾ വന്നാൽ മാത്രമേ ഇതിലൊരു കൃത്യമായ ഉത്തരത്തിലേക്ക് പോലീസിന് ഉൾപ്പെടെ എത്താൻ കഴിയുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്.